ഡോക്ടർ ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? അപ്പോൾ ഒരു പേഷ്യൻ്റ് ചോദിച്ചിരിക്കുകയാണ്. ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റിന് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഏത് ട്രീറ്റ്മെൻറ്റിനും അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓരോ മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ എല്ലാവരുടെ ബോഡിയിലും ഒരുപോലെ ആയിരിക്കത്തില്ല വരുന്നത്. അണ്ടം ഡെവലപ്പ് ചെയ്യാനുള്ള ഗുളിക കൊടുത്ത് കൂടുതൽ അണ്ടം ഡെവലപ്പ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം നമ്മൾ ക്ലോസ് ആയിട്ട് പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യണം. കൂടുതൽ അണ്ടം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, അണ്ടം ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് ആവണം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ ഈ പേഷ്യന് വരുന്നുണ്ടോ, പേഷ്യന് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ ചില ഗുളികകൾ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിഷ്വൽ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ, ഓവറി കണ്ടമാനം വലുതാവുന്നുണ്ടോ, IVF-ലൊക്കെ നമ്മൾ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. അതായത് നമ്മൾ ഈ ഹോർമോൺ ലെവൽ കൂടുന്നതുകൊണ്ട് ഫ്ലൂയിഡ് വയറിൽ കെട്ടിക്കിടക്കുക, ലങ്സ് വരിക, അങ്ങനെയുള്ളത് എല്ലാവർക്കും വരത്തില്ല. നമ്മളത് പ്രിവെൻറ്റ് ചെയ്യാൻ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കൊടുക്കുന്ന മരുന്ന് നമ്മൾ ആ കാരണം കണ്ടുപിടിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അത് നമ്മളിപ്പം ഏത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും നമ്മൾ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉണ്ടോ, നമ്മൾ ഓൾറെഡി ഉള്ളൊരു ചിലപ്പോൾ ഇൻഫെക്ഷൻ അത് മാസ്ക് ചെയ്തിരിക്കുകയായിരിക്കും, നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും അത് കൂടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനുള്ള സർജറികൾ ചെയ്യുമ്പോഴും നമ്മൾ ഇൻഫെക്ഷൻ വരാം. കാര്യം കുടലും യൂട്രസും ഒക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസരത്തിൽ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പം അവിടെ ഈ രണ്ട് ഓർഗൻ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പം വിള്ളലുകൾ ഉണ്ടാകാനും മുറിവുകളുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്താലും ചില കേസുകളിൽ നമ്മൾ പ്രശ്നങ്ങളുണ്ടാവാം. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതൊരു വെറൊരു കാഷ്വലായിട്ടൊരു പ്രൊസീജിയറായിട്ട് നമ്മൾ കാണരുത്. ഈ ഹോർമോണുകൾക്ക് നമ്മുടെ ശാരീരികവും നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് പല അവയവങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ യൂട്രസിൻ ട്യൂബിന് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് ബാധിക്കുകയും അത് അവിടെ സ്വഭാവമുള്ളതാകുകയും ചെയ്യാം. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻറ്റ് മോണിറ്ററിങ് നമ്മൾ വേണം എന്ന് പറയുന്നത്. പിന്നെ ഒരു പേഷ്യൻ്റിനുള്ള റിസ്ക് സാധ്യത ക്യാൻസറിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മരുന്നുകൾ ഇങ്ങനെ തുടർന്ന് കഴിക്കുക, അതാണ് പേഷ്യൻ്റ് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. പല സെൻ്ററുകളിൽ പോയി അവർ മെഡിസിൻസ് മാത്രം കണ്ടിന്യൂ ചെയ്യും. ഒരിക്കലും പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം നമ്മുടെ ഹോർമോണിൻ്റെ ബാലൻസ് ചെയ്തിട്ടാണ്. അവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കട്ട് ഷോർട്ട് ചെയ്യണം. റിസ്ക് ഫാക്ടർ ഇവർക്ക് കൂടുതലാണ്. ഉദാഹരണത്തിന് പോളിസ്റ്റിക് ഓവറി ഉള്ള ഒരാൾക്ക് ഡയബറ്റീസ് പിന്നീട് വരാം. അവർക്ക് യൂട്രസിൻ്റെ ആവരണത്തിന് ക്യാൻസറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവരുടെ ആ ഒരു അസുഖത്തിൻ്റെ നേച്ചറിൻ്റെ ഒരു സീക്വലയാണത്. അത് പലപ്പോഴും പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അമിത തൂക്കം, ഡയബറ്റീസ് എല്ലാം പോളിസ്റ്റിക് ഓവറി വരാം. അവർക്ക് പിന്നീട് ഗർഭാശയ ആവരണ ക്യാൻസറിന് സാധ്യതയുണ്ട്. എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഗർഭാശയ ഓവറിയിലെ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. വന്ധ്യ ചികിത്സ എടുക്കുന്നവർ അവർ ചികിത്സ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും അവർ ട്രീറ്റ്മെൻറ്റിനെ സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് അവർ ഡോക്ടറെ അടുത്ത് പോകത്തില്ല. അങ്ങനെ വരരുത്. ആ റിപ്പീറ്റഡ് ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം. ഉദാഹരണത്തിന് നമ്മളിപ്പം ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിന് ഒരു ദശയുണ്ടെന്ന് കണ്ടു, ആ ദശ നമ്മൾ റീക്കൺ ചെയ്തു, അവിടെ നമ്മൾ അഡ്നോമൈറ്റസ് അപ്ലേസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻറ്റിന് റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അവർ ക്യാൻസർ അല്ല അതപ്പോൾ അത് പിന്നീട് പ്രോഗ്രസ് ചെയ്യാം. അതുകൊണ്ട് അവരത് ഫ്രീക്വൻറ്റ് ഫോളോ അപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാക്ടിക്കലി നമ്മൾ ഈ ചികിത്സയ്ക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. ഇപ്പം നമുക്ക് എല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പലപ്പോഴും ഒരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ പലപ്പോഴും അത് കുഞ്ഞുങ്ങളില്ല എന്നൊരു അവസ്ഥ ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അവരുടെ ആ ശാരീരികമായിട്ടുള്ള
അസ്വസ്ഥതകളുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മളതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. നമ്മളൊരു തേനീച്ചക്കൂടിൽ നമ്മളൊന്ന് അത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തേനീച്ച പറക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ വയറിനകത്തൊരു ഇൻഫെക്ഷൻ ഉണ്ട്. ഇൻഫെക്ഷൻ നമ്മൾ സീൽഡ് ഓഫ് ആണെങ്കിൽ കുഴപ്പമില്ല. ആ ഇൻഫെക്ഷൻ നമ്മൾ ഒന്ന് ഫ്ലെയറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ സാധ്യതകളും പരിമിതികളും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പക്ഷെ നമുക്കത് വ്യക്തമായിട്ട് കണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.